ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മറിയ മഗ്ദലേന. കൂട്ടുകാരെ, ഇന്ന് ഈശോ എനിക്ക് കാണിച്ചു തന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. വചനം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ കുഞ്ഞാട്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവൻ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. വളരെ മനോഹരമായിട്ടാണ് സ്നാപയോഹന്നാൻ യേശുവിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഈ വചനം വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മയിൽ വരിക ലത്തീൻ ആരാധനാക്രമത്തിലെ പരിശുദ്ധ കുർബാനയുടെ ആ ഭാഗമാണ്. വൈദികൻ ഓസ്തി കയ്യിലെടുത്തിട്ട് ഉച്ചരിക്കുന്ന ആ ഭാഗമാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്നവൻ, ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾക്ക് എത്ര ഭാഗ്യമുള്ളവരല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ചത് കൊണ്ടല്ലേ നമുക്ക് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. മറ്റ് ക്രൈസ്തവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ ഞാനും ഒരുപാട് വൈകിപ്പോയി കേട്ടോ. കാരണം ഇത്രയും പ്രായം വേണ്ടി വന്നു എനിക്കും ഇതിലേക്കൊക്കെ തിരിച്ചു വരാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ പല പ്രതിസന്ധികളിലും ദൈവം നമ്മളെ കൈവെള്ളയിൽ താങ്ങിയത് ഈ ഒരു പരിശുദ്ധ കുർബാനയുടെ ബലത്തിലാണ്. പരിശുദ്ധ കുർബാന നമ്മൾ മുടങ്ങാതെ മാക്സിമം കൂടാൻ നോക്കുമായിരുന്നു. ആ ഒരു കുർബാനയുടെ ഒരു ബലത്തിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഇതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നൽകിയതും ഈശോ ആ ഒരു കുർബാനയിൽ നിന്ന് തന്നെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞത് അതിന് ശേഷമാണ്. അപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയൊക്കെ കൂടി നമ്മുടെ എറണാകുളത്ത് ഞങ്ങൾ പോകാത്ത നിത്യാരാധന ചാപ്പലില്ല. ചുമ്മാ പോയിരിക്കും. ചുമ്മാ പോയിരുന്നാൽ മതിയെന്നേ, വെറുതെ നോക്കിയിരുന്നാൽ മതി. പക്ഷേ നമുക്കതിനുള്ള ഉത്തരം ദൈവം നമുക്ക് തരും. അതായത് വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് എന്നൊക്കെ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി. എന്നാലും തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ഉത്ഭവത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരാണ്, ബലഹീനരാണ്. എങ്കിൽ കൂടെയും സ്നാപയോഹന്നാൻ പറഞ്ഞ പോലെ എനിക്ക് മുന്നേ ഇവനുണ്ടായിരുന്നു, എന്നാൽ ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും യേശുവിനെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞപ്പോഴാകട്ടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനായിട്ട് ഒരു കുഞ്ഞു വചനമായിട്ടാണെങ്കിൽ കൂടെ എന്നാൽ പറ്റുന്ന വിധത്തിൽ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ ഈ വചനവായനയിലൂടെ നടത്തുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ വായിക്കുന്ന വചനം ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്പർശിച്ചാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ? യേശുവിനെ അവനും കൂടെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ? ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.